Hello everyone, welcome to a video lecture in differential equations and its applications. Today we will see section 67 on Euler's differential equation for an extremal, and this comes in chapter 12, the calculus of variations. Before that, we will see a note on the previous section, the introduction to calculus of variations and some typical problems of the subject. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എലമെൻ്ററി കാൽക്കുലസും കാൽക്കുലസ് ഓഫ് വേരിയേഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ക്വിക്കായിട്ടുള്ളൊരു ഇൻട്രഡക്ഷൻ നമുക്കിവിടെ പോസിബിൾ ആണ്. അപ്പോൾ എലമെൻ്ററി കാൽക്കുലസ് നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള കാൽക്കുലസിൽ നമുക്കറിയാം ആൽഫ എന്നതാണ് ഞാനിവിടെ ഒരു വേരിയബിൾ ആയിട്ട് എടുക്കുന്നതെങ്കിൽ ആൻഡ് യു ഹാവ് എ ഫംഗ്ഷൻ ഐ ഓഫ് ആൽഫ. വാട്ട് ഈസ് ദ മാക്സിമം ആൻഡ് മിനിമം ഓഫ് ഐ ഓഫ് ആൽഫ? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിപ്പോൾ ഇവിടെ ആൽഫയാണ് ഇവിടെ ഒരു ആക്സിസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കിവിടെ ഒരു തോന്നൽ ആൽഫ ഈക്വൽ 0 ഒരു മിനിമം ആവാം എന്നുള്ളതാണ് അല്ലേ? പക്ഷേ ആൽഫ ഈക്വൽ 0 ആവണമെന്നില്ല. ആൽഫ ഈക്വൽ ടു മേ ബി 0.001 ഒക്കെ ആവാം. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു പോയിന്റ് മാക്സിമം അല്ലെങ്കിൽ മിനിമം തരുന്ന ആ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കണ്ടീഷൻ അവൈലബിൾ ആണ്. എന്താണ്? ഐ ഡാഷ് ഓഫ് ആൽഫ ഈക്വൽ ടു 0. പിന്നെ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് വെച്ചിട്ട് അത് മാക്സിമം ആണോ മിനിമം ആണോ എന്നൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് കാൽക്കുലസ് ഓഫ് വേരിയേഷൻസിലെ ഒരു പ്രോബ്ലം കാണാം. So here we consider a collection of curves and let capital I be a function that calculates some property of the curve. നേരത്തെ കളക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ് കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കളക്ഷൻ ഓഫ് കർവ്സ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് x1 y1 ആൻഡ് x2 y2. നൗ ഐ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഐ കാൽക്കുലേറ്റ്സ് ദ ലെങ്ത് ഓഫ് ദി കർവ്. നമുക്ക് കാണാൻ പറ്റും രണ്ട് പോയിന്റുകൾക്ക് ഇടയിൽ ഒരുപാട് ടൈപ്പ് കർവുകൾ ഉണ്ടാവും അല്ലേ? അവരുടെ ലെങ്ത്തുകളും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏത് കർവിനായിരിക്കും ഏറ്റവും മിനിമം ലെങ്ത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ലെങ്ത് കണ്ടുപിടിക്കാൻ ഒരു ഇൻറ്റഗ്രേഷൻ അവൈലബിൾ ആണ്, ഒരു ഫോർമുല അവൈലബിൾ ആണ്. അതിൽ എക്സും വൈയും വൈ ഡാഷ് ഒക്കെ ഉള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലം പോലെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? തൊട്ട് മുമ്പത്തെ പ്രോബ്ലം വിത്ത് റെസ്പെക്ട് ടു സം പാരാമീറ്റർ ആൽഫയാണ്. ഇവിടെ ഏതാണ് വേരി ചെയ്യുന്നത്? ഹിയർ യു ക്യാൻ സീ ദാറ്റ് ദ ഫംഗ്ഷൻസ് ആർ വേരിയിങ്, അല്ലെങ്കിൽ കർവുകളാണ് ഇവിടെ വേരി ചെയ്യുന്നത്. അപ്പോൾ ഈ നേരത്തെ ചെയ്ത പോലെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ x1 y1ഉം x2 y2നും ഇടയിലുള്ള എല്ലാ കർവുകളും നമ്മൾ കൺസിഡർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒരു കർവ് കൺസിഡർ ചെയ്യുന്നു, അതിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, മറ്റൊരു കർവ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ലെങ്ത് കിട്ടുന്നു. അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് കർവുകളും നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മിനിമം കണ്ടുപിടിക്കണം. പക്ഷെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താണ്? ഫസ്റ്റ് വൺ, ആ രണ്ട് പോയിന്റുകൾക്കിടയിലെ എല്ലാ കർവുകളും ഇൻഫിനിറ്റ്ലി മെനി കർവുകളും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടാവണം. രണ്ടാമത്, ഈ കർവുകൾ ചൂസ് ചെയ്യുന്ന ഓർഡർ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ തൊട്ട് മുമ്പത്തെ പോലുള്ള ഐ ഡാഷ് ഓഫ് ആൽഫ ഈക്വൽ 0 എന്നുള്ള രീതിയിലുള്ള മെത്തേഡ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമതായിട്ട്, നമ്മൾ കർവുകൾ ചൂസ് ചെയ്യുന്ന ഓർഡർ അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവണം. ഒരു കർവിൽ നിന്ന് മറ്റൊരു കർവിലേക്ക്, അതിലേക്ക് അടുത്തയിലേക്കൊക്കെ മാറുമ്പോൾ ഒരു തുടർച്ചയായിട്ട് വേണം നമുക്ക് ആ വാല്യൂസ് ചേഞ്ച് ചെയ്യേണ്ട, ഒരു പാരാമീറ്റർ ചേഞ്ച് ചെയ്യുന്നത് പോലെ. എന്നാൽ മാത്രമേ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ അവിടെ ഒരു കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയൊക്കെ നമുക്ക് ഉറപ്പുവരുത്താനും ബാക്കിയും ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കാണാം. അപ്പോൾ വീണ്ടും രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള എല്ലാ കർവുകളും നിങ്ങൾ കൺസിഡർ ചെയ്യുക. And let us find out the area of the surface of revolution obtained by revolving it about the x-axis. നമ്മുടെ പ്രോബ്ലം എന്താണ്? ഏത് കർവ് എക്സ് ആക്സിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സർഫസ് ഏരിയ ആണ് ഏറ്റവും മിനിമം എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും അവിടെ നമുക്കൊരു ഇൻറ്റഗ്രൽ അവൈലബിൾ ആണ് സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, വിച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് വൈ ഡാഷ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ ഒരു തുടർച്ചയായിട്ടുള്ള കർവുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് ഏറ്റവും മിനിമം ഏതാണെന്ന് മുമ്പത്തെ മെത്തേഡ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് പോയിന്റ്സ് വീണ്ടും കൺസിഡർ ചെയ്യുന്നു, അവരുടെ ഇടയിലുള്ള എല്ലാ കർവുകളും കൺസിഡർ ചെയ്യുന്നു. ഇവിടെ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? ദ ടൈം ഓഫ് ഡിസെൻറ്റ് ഓഫ് ദി കർവ്. അതായത് ഇതിലെ ഒരു പാർട്ടിക്കിൾ ഒരു പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ക്യൂ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഗ്രാവിറ്റിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വീഴുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന്, അതായത് ഏറ്റവും ഇറക്കം കൂടിയ കർവിനാണ് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്താൻ പറ്റുക, ഗ്രാവിറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതിലൂടെ ഏത് പാത്തിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും പെട്ടെന്ന് ആ പോയിന്റ്, ആ ഒബ്ജക്റ്റ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്തുക എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നമുക്ക് ആ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻറ്റഗ്രേഷൻ ഫോർമുല ഉണ്ട്. ആ ഇൻറ്റഗ്രേഷൻ ഫോർമുല എക്സിനെയും വൈനെയും വൈ ഡാഷിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചെയ്യാം? അപ്പോൾ ഇവിടെ എല്ലാ പ്രോബ്ലവും ഒരേ ഒരു കോമൺ പ്രോബ്ലത്തിന് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. അതായത് നമ്മുടെ ജനറൽ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പോയിന്റ്സ് പി ആൻഡ് ക്യൂ അവൈലബിൾ ആണ്, x1 y1 ആൻഡ് x2 y2. ഇനി നമ്മൾ കൺസിഡർ എ ഫാമിലി ഓഫ് ഫംഗ്ഷൻസ് y ഈക്വൽ ടു y ഓഫ് x വിച്ച് സാറ്റിസ്ഫൈ, അതായത് ഈ രണ്ട് പോയിന്റുകളെയും ടച്ച് ചെയ്യുന്ന കർവുകൾ അവരെയാണ് നമ്മൾ അഡ്മിസിബിൾ ഫംഗ്ഷൻസ് എന്ന് വിളിക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ പ്രോബ്ലം എന്താ?
we need to find a curve y of x that minimizes an integral of a function എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് വൈ വൈ ഡാഷ് ഇവരുടെ മൂന്നുപേരുടെയും ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഐ ഓഫ് ആൻ ആർബിട്രറി കർവ്, അതിനെ ഞാൻ വൈ ബാർ എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഓഫ് വൈ ബാർ എൻറ്റയർ കർവിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ നമുക്ക് ഈ എൻറ്റയർ കർവിനെ ഒരു വേരിയബിൾ ആക്കി നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എലമെന്ററി കാൽക്കുലസിൽ പറഞ്ഞിട്ടുള്ള മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഐ ഓഫ് വൈനെ ഒരു സിംഗിൾ പാരാമീറ്ററിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആക്കി നമുക്ക് മാറ്റാൻ പറ്റണം. അതിനുവേണ്ടി നമുക്ക് 4 സ്റ്റെപ്പുകൾ അവൈലബിൾ ആണ്. സ്റ്റെപ്പ് 1, വി അസ്യൂം ദാറ്റ് വൈ ഓഫ് എക്സ് ഈസ് എ സൊല്യൂഷൻ ഓഫ് ദി പ്രോബ്ലം. സ്റ്റെപ്പ് 2 പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ആർബിട്രറി കർവ് വൈ ബാറിനെയും ഒരു ആൽഫ എന്ന് പറഞ്ഞ പാരാമീറ്ററും ഈറ്റ എന്ന് പറഞ്ഞ കർവ് ഉപയോഗിച്ചുകൊണ്ട് ലീനിയർ കോമ്പിനേഷൻ ഓഫ് വൈ ആൻഡ് ഈറ്റ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ആ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഐ ഓഫ് വൈ ബാറിനെ ഐ ഓഫ് ആൽഫ എന്ന് പറയുന്ന സിംഗിൾ പാരാമീറ്ററിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇന്റഗ്രലിലേക്ക് എനിക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ഈ ഐ ഓഫ് ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം. കാരണം നമ്മൾ മാക്സിമം മിനിമം പ്രോബ്ലംസ് എലിമെന്ററി കാൽക്കുലസിൽ പഠിച്ചിട്ടുള്ള മെത്തേഡിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ 4 സ്റ്റെപ്പുകളും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അസ്യൂം ദാറ്റ് ദർ ഇസ് ആൻ അഡ്മിസിബിൾ ഫംഗ്ഷൻ വൈ ഓഫ് എക്സ് ദാറ്റ് മിനിമൈസസ് ദ ഇന്റഗ്രൽ. അതിനെ നമ്മൾ വൈ ഓഫ് എക്സ് എന്ന് വിളിക്കുന്നു. അഡ്മിസിബിൾ എന്ന് പറയാൻ കാരണം x1 y1 രണ്ട് പോയിന്റുകൾ തന്നു കഴിഞ്ഞാൽ ആ പോയിന്റിനെ ടച്ച് ചെയ്യുന്ന ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന കർവുകളെയാണ് നമ്മൾ അഡ്മിസിബിൾ ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈറ്റ എന്ന് പറയുന്ന ഒരു പുതിയ കർവ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഈറ്റയുടെ പ്രത്യേകത എന്തായിരിക്കണം? ഈറ്റ ഓഫ് x1 ഈക്വൽ ടു ഈറ്റ ഓഫ് x2 ഈക്വൽ ടു 0 ആയിരിക്കണം. ഈറ്റ ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആയിരിക്കണം. ഇനി ഇങ്ങനെയാണ് നമുക്ക് ആൽഫ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പാരാമീറ്റർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ ആൽഫയുടെ സഹായത്തോടു കൂടി നമുക്ക് ഏത് ആർബിട്രറി കർവിനെയും വൈൻ്റെയും ഈറ്റയുടെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ എഴുതണം. അതായത് വൈ ബാർ എന്ന് പറയുന്ന ഒരു ആർബിട്രറി കർവിന് നമുക്ക് അങ്ങനെ എഴുതാം. വൈ ഓഫ് എക്സിനോട് കൂടി ആൽഫ ടൈംസ് ഈറ്റ എക്സ് ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൽഫ മാറുന്നതനുസരിച്ച് എന്താണ്, നമുക്ക് ഡിഫറെൻറ്റ് കർവുകൾ അവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആൽഫ ഈക്വൽ 0 ആണെങ്കിൽ ആ വൈ ബാർ എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതും ഒരേ കർവ് തന്നെയാണ്. ഇതൊരു പർട്ടിക്കുലർ ഈറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഞാൻ കാണിച്ചത്. നമുക്ക് ഈറ്റ മാറുന്നതനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും വീണ്ടും ആൽഫ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് ഡിഫറെൻറ്റ് കളക്ഷൻ ഓഫ് കർവ്സ്. ഓക്കെ, പക്ഷേ വൺസ് ആൽഫ ഈസ് ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വാട്ട് എവർ ബി ദ വാല്യൂ ഓഫ് ഈറ്റ എന്ത് തന്നെ ആയി കൂടി നമുക്ക് ഈ വൈ ബാർ എന്ന് പറയുന്ന ആർബിട്രറി കർവ് തന്നെയാണ്, അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന കർവും രണ്ടും സെയിം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏത് ആർബിട്രറി കർവും നമുക്ക് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറയാൻ പറ്റും? ആൽഫനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. സോ ആസ് ആൽഫ ചേഞ്ചസ് യു ക്യാൻ റെപ്രസെന്റ് എനി കളക്ഷൻ ഓഫ് ആർബിട്രറി കർവ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഈറ്റ. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിന്റെ അവസ്ഥ എന്തായി? നമുക്ക് മിനിമൈസ് ചെയ്യേണ്ട ഇന്റഗ്രലിനെ നമുക്ക് ഇനി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഐ ഓഫ് ആൽഫ വിച്ച് കാൽക്കുലേറ്റ്സ് സം പ്രോപ്പർട്ടി ഓഫ് ആൻ ആർബിട്രറി കർവ് വൈ ബാർ. നമ്മൾ ഓൾറെഡി വൈ ബാറിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു യൂസിങ് വൈ ആൻഡ് ഈറ്റ. അതിൽ ആൽഫയുടെയും ഈറ്റയുടെയും പ്രത്യേകതകൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഓർത്തു വെക്കണം. അതുകൂടാതെ തന്നെ നമ്മൾ ഐ ഡാഷ് ആൽഫ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഡോ ബൈ ഡോ ആൽഫ ഓഫ് വൈ ബാർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ ഇത് ഈറ്റ ഓഫ് എക്സ് നമുക്ക് കിട്ടും. അതേപോലെ ഡോ ബൈ ഡോ ആൽഫ ഓഫ് വൈ ബാർ ഡാഷ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ വൈ ബാർ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വൈ ഡാഷ് പ്ലസ് ആൽഫ ടൈംസ് ഈറ്റ ഡാഷ് ആണ്. സോ നമുക്കതും ഈറ്റ ഡാഷ് ഓഫ് എക്സ് എന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എലമെന്ററി കാൽക്കുലസിലെ കണ്ടീഷൻ എന്താണ്? ഐ ഡാഷ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ബാർ ആൻഡ് വൈ ഡാഷ് ബാർ ആണ്. സോ ഡോ ബൈ ഡോ ആൽഫയാണ് നമ്മൾ എടുക്കേണ്ടത്, ഡി ബൈ ഡി ആൽഫ അല്ല. സോ അത് ഇൻഡിവിജ്വൽ ആയിട്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആൽഫ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ബാർ ഇൻറ്റു ഡോ ബൈ ഡോ ആൽഫ ഓഫ് വൈ ബാർ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ബാർ ഡാഷ് ഇൻറ്റു ഡോ വൈ ബാർ ഡാഷ് ബൈ ഡോ ആൽഫ ഇൻറ്റു ഡി എക്സ്. ഇതിൽ നമുക്ക് 3 വാല്യൂസ് ഇപ്പോൾ തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഒന്ന് ഡോ ബൈ ഡോ ആൽഫ ഓഫ് എക്സ്, മറ്റേത് ഡോ ബൈ ഡോ ആൽഫ ഓഫ് വൈ ബാർ, ഡോ ബൈ ഡോ ആൽഫ ഓഫ് വൈ ബാർ ഡാഷ്. ഇതിൽ ആദ്യത്തെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈസിക്കൽ 0 ആണ്. കാരണം എന്താണ്? എക്സ് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അപ്പോൾ അത് ആരും തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ അത് 0 ആണ്. മറ്റ് 2 വാല്യൂസ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി ഹാവ് ഇന്റഗ്രേഷൻ ഫ്രം x1 ടു x2. ആദ്യത്തെ ടേം നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, 0 ആണ്. അതുകൊണ്ട് അടുത്ത ടേം തൊട്ട് എഴുതി കഴിഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ വൈ ബാർ ഇൻറ്റു ഈറ്റ ഓഫ് എക്സ്. ദെൻ എഗെയിൻ ഇന്റഗ്രേഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ ഫ്രം x1 ടു x2 ഡോ എഫ് ബൈ ഡോ വൈ ബാർ ഡാഷ് ഇൻറ്റു
ഈറ്റ ഡാഷ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഇത്ര വരെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ഇൻ്റഗ്രേഷൻ ഫ്രം x1 to x2 ഈറ്റ ഓഫ് എക്സ് കോമൺ ആയിട്ട് എടുത്തിട്ട് നമുക്കൊരു ടേം നമുക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ അതിനുവേണ്ടി തൊട്ട് മുമ്പത്തെ രണ്ട് ടേമിലും ഈറ്റ ഓഫ് എക്സ് ഇല്ല. രണ്ടാമത്തെ ടേമിലുള്ള ഈറ്റ ഡാഷ് ഓഫ് എക്സിനെ നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ചുകൊണ്ട് ഈറ്റ ഓഫ് എക്സിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയത്? ഓക്കെ, ആദ്യത്തെ ടേം അതേപോലെ തന്നെ എഴുതി. രണ്ടാമത്തെ ടേമിൽ നമുക്ക് ഡോ എഫ് ബൈ ഡോ വൈ ബാർ ഡാഷിനെ ഫസ്റ്റ് ഫംഗ്ഷനും ഈറ്റ ഡാഷ് ഓഫ് എക്സിനെ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ വൈ ബാർ ഡാഷ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മളോട് എടുക്കുന്നത്. സോ ഈറ്റ ഓഫ് എക്സ് എൻ്റെ ലിമിറ്റ് x1 to x2 കൊടുത്തു മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ ഇവിടെയും വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ വൈ ബാർ ആണ്. സോ അതുകൊണ്ട് തന്നെ ഡി ബൈ ഡി എക്സ് ഓഫ് അതായത് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് വീണ്ടും എന്ത് തന്നെയാണ്? ഈറ്റ ഓഫ് എക്സ് തന്നെയാണ്. അപ്പോൾ മൂന്ന് ടേമിൽ നമുക്ക് ഈറ്റ ഓഫ് എക്സ് കിട്ടി. പക്ഷെ നമുക്ക് കാണാൻ പറ്റും ആ മിഡിൽ ടേം അവിടെ ഇല്ല. കാരണം എന്താണ്? ആ മിഡിൽ ടേമിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ x1 x2 ആണ് നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ? അതായത് ഈറ്റ ഓഫ് x1 ഈറ്റ ഓഫ് x2 നമുക്കറിയാം ഓൾറെഡി അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മിഡിൽ ടേം നമുക്ക് അവിടെ ഇല്ല. അപ്പോൾ ഇനിയുള്ള രണ്ട് ടേം നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ഫ്രം x1 to x2 ഒരു ഈറ്റ ഓഫ് എക്സ് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇനിയുള്ള ഒന്നാമത്തെയും മൂന്നാമത്തെയും ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേമിൽ നമുക്ക് കാണാൻ പറ്റും ഡോ എഫ് ബൈ ഡോ വൈ ബാർ ആണ് അവിടെ ഉള്ളത്. ബാക്കിയുള്ളത് ഈറ്റ ഓഫ് എക്സ് മാറ്റി കഴിഞ്ഞാൽ മൂന്നാമത്തെ ടേമിൽ നിന്നും മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ ബാർ ഡാഷ് ഇൻറ്റു എല്ലാം കൂടി കഴിഞ്ഞ ശേഷം ഡി എക്സ് അല്ലേ? അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഐ ഡാഷ് ഓഫ് ആൽഫ ഇതാണ് നമ്മൾ തുടങ്ങിയത്. നമ്മുടെ റിക്വയർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഐ ഡാഷ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആണ്. സോ ഈസിക്കൽ ടു 0. ഇവിടെ ഈറ്റ എന്ന് പറയുന്ന ഒരു ആർബിട്രറി കർവാണ്. അപ്പോൾ ഏത് ഈറ്റയ്ക്കും ഈ ഒരു ഇൻ്റഗ്രൽ വാല്യൂ ഈസിക്കൽ ടു 0 വരണം എന്നുണ്ടെങ്കിൽ ഈ ബ്രാക്കറ്റിലുള്ള എക്സ്പ്രഷൻ എപ്പോഴും 0 ആയിരിക്കണം നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ ബ്രാക്കറ്റിലുള്ള എക്സ്പ്രഷൻ ഈക്വൽ ടു 0 കൊടുത്താൽ കിട്ടുന്ന ആ ഇക്വേഷനാണ് നമ്മൾ വിളിക്കുന്നത് ഓയിലേഴ്സ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ അതേ എക്സ്പ്രഷൻ തന്നെയാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ടേംസ് ഇൻ്റർചേഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ വി ഹാവ് ആൻ ഓയിലേഴ്സ് ഇക്വേഷൻ. സോ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? y നമ്മുടെ ഇൻ്റഗ്രലിനെ മിനിമൈസ് ചെയ്യുന്ന ഒരു അഡ്മിസിബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ ഓയിലേഴ്സ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് പറ്റും. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ആരോ മാർക്ക് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് മാത്രമായിട്ട് നമുക്കൊന്ന് എഴുതി കഴിഞ്ഞാൽ an admissible y of x should satisfy Euler's equation which is d by dx into dou f by dou y dash minus dou f by dou y equal to 0. ഇനി ഇത്രയും ആയ സ്ഥിതിക്ക് നമുക്ക് എലിമെൻ്ററി കാൽക്കുലസും കാൽക്കുലസ് ഓഫ് വേരിയേഷൻസിൻ്റെയും ആ മെത്തേഡ് ഒന്നുകൂടി കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പോൾ രണ്ട് സ്ഥലത്തും ഐ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട് ആൻഡ് വി നീഡ് ടു മിനിമൈസ് ഐ. ഇവിടെ നമുക്ക് ഒരു പോയിന്റ് ആൽഫ കണ്ടുപിടിക്കണം വിച്ച് മിനിമൈസസ് ഐ ആണെങ്കിൽ അപ്പുറത്ത് നമുക്കൊരു കറസ്പോണ്ടിങ് കർവ് കണ്ടുപിടിക്കണം വിച്ച് മിനിമൈസസ് ദിസ് ക്യാപിറ്റൽ ഐ ഈക്വൽ ടു ആൻ ഇൻ്റഗ്രൽ. അതായത് ഇവിടെ ആൽഫ ഒരു പോയിന്റ് ആണെങ്കിൽ അവിടെ കണ്ടുപിടിക്കേണ്ട വൈ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ ഒരു ഫംഗ്ഷനാണ്. ഇവിടെ ഐ എന്ന് പറയുന്ന അത് ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെയും ഐ ഒരു ഫംഗ്ഷനാണ്. പക്ഷെ നമ്മൾ അതിനെ ഫംഗ്ഷനിൽ നിന്നാണ് വിളിക്കുന്നത്. എന്താണ് അതിന് കാരണം? കാരണം നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഐ എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് പോയിന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയൽ നമ്പറാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അവിടെയാണെങ്കിലോ അവിടെ ഓരോ കർവിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഒരു ക്വാണ്ടിറ്റി ഒരു റിയൽ നമ്പർ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ അതിൻ്റെ ലെങ്ത് ആവാം, ചിലപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സർഫസ് ഏരിയ ആവാം. എന്തു തന്നെ ആയാലും നമുക്ക് രണ്ട് ഭാഗത്തും ഓരോ കണ്ടീഷൻസ് ഒരു അഡ്മിസിബിൾ ആയിട്ടുള്ള ഒരു ഉത്തരത്തിന് ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഐ ഡാഷ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റും അഡ്മിസിബിൾ ആയിട്ടുള്ള y ഓഫ് എക്സ് ഷുഡ് സാറ്റിസ്ഫൈ ദി ഓയിലേഴ്സ് ഇക്വേഷൻ. ഇനി ഇവിടെ ആൽഫ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു അഡ്മിസിബിൾ വാല്യൂ ഓഫ് ആൽഫ ആണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഐ ഡാഷ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 അറ്റ് ആൽഫ ഈക്വൽ ടു 0, അതായത് ഐ ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 0. അങ്ങനെയാണ് നമ്മൾ ആൽഫ ഈക്വൽ ടു 0 ഒരു സ്റ്റേഷനറി പോയിന്റ് എന്നാണ് സാധാരണ പറയാറ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് അപ്പുറത്ത് എന്തുണ്ട്? അവിടെ y ഓഫ് എക്സിനെ നമ്മൾ സ്റ്റേഷനറി ഫംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഐ ഓഫ് 0 എന്ന് പറയുന്ന ആ 0യിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂവിനെ നമ്മൾ സ്റ്റേഷനറി വാല്യൂ എന്ന് വിളിക്കുകയാണെങ്കിൽ കാൽക്കുലസ് ഓഫ് വേരിയേഷൻസിനും നമ്മൾ അതേ ടേം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഫൈനലി ഓയിലേഴ്സ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കർവുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ട്രീമൽസ്. ഇനി നമ്മൾ ഓയിലേഴ്സ് ഇക്വേഷൻ്റെ ഡിഫറെൻറ്റ് കേസുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് വൈ ഡാഷ് ആണ്. നമുക്ക് കാണാൻ പറ്റും അവിടെ ഡി ബൈ ഡി എക്സ് ഉണ്ട് അല്ലെ, ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്.
അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നേരിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് വൈ ഡാഷ്. അപ്പോൾ ആ ഭാഗം മാത്രം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ് പ്ലസ് പിന്നെ ഡോ ബൈ ഡോ വൈയും ഡോ ബൈ ഡാഷും എടുക്കുക, മൈനസ് ബാക്കിയുള്ള ടൈം ഏതാണ്, മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എല്ലാം പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഇനി ഇതിൽ തന്നെ ഈ ഡി വൈ ഡാഷ് ബൈ ഡി എക്സ്, ഈ ഡി വൈ ഡാഷ് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ വൈ ഡാഷ് ഓൾറെഡി നമുക്കറിയാം ഡി വൈ ബൈ ഡി എക്സ് ആണ്. സോ അതെന്തായി, അത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടേം മാത്രം നമ്മൾ ആദ്യത്തെ ടേം ആയിട്ട് നമ്മളൊന്ന് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ ഡോ ബൈ വൈ ഡാഷും ഡോ ബൈ വൈ ഡാഷും ചേർന്ന് എഫ് വൈ ഡാഷ് ആയി അല്ലേ. ഇനി അതേപോലെ നമുക്ക് കാണാൻ പറ്റും വേറൊരു ഭാഗത്ത് ഡോ ബൈ ഡോ വൈയും ഡോ ബൈ വൈ ഡാഷും ഉണ്ട്. അപ്പം അങ്ങനെയുള്ളതിന് നമുക്ക് എഫ് വൈ ഡാഷ് വൈ എന്ന് പറയാം. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓർഡറിൽ നമുക്ക് അതിനെ മാറ്റി എഴുതാൻ പറ്റും. അതുപോലെ തന്നെ എഫ് വൈ ഡാഷ് എക്സും അവൈലബിൾ ആണ്, മൈനസ് എഫ് വൈ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു നൊട്ടേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഓയിലേഴ്സ് ഇക്വേഷന് 3 കേസുകൾ എഴുതാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. എങ്ങനെയായിരിക്കും നമുക്ക് 3 കേസുകൾ കിട്ടുന്നത്? നമുക്കറിയാം എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് വൈ ഡാഷ്. അപ്പോൾ കേസ് എ പറയുന്നത് എന്താണ്, ആ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സും വൈയും ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് വൈയും പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സും വരുന്ന ഓയിലേഴ്സ് ഇക്വേഷന്റെ ഭാഗങ്ങളൊക്കെ 0 ആയിരിക്കും. കാരണം എന്താ, എക്സും വൈ അവിടെ ഇല്ല. അപ്പോൾ അതിലെ ഫസ്റ്റ് ടേം മാത്രമേ നമുക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, ഒരു പക്ഷേ നോൺ സീറോ ആയിട്ട് തന്നെ. അതായത് എഫ് വൈ ഡാഷ് ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസിക്കൽ 0. ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും എഫ് വൈ ഡാഷ് എന്ന് പറയുന്ന ഭാഗം നോട്ട് ഈക്വൽ 0 ആണെങ്കിൽ സ്വാഭാവികമായും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 ആയേ പറ്റൂ. ഇനി ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കാണാൻ പറ്റും y ഈസ് എ ഫംഗ്ഷൻ ലൈക്ക് c1x പ്ലസ് c2 ആണെന്ന് കാണാൻ പറ്റും. അതായത് ഇതൊരു mx പ്ലസ് c ഫോമിലാണ്. അതായത് നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം, ഇപ്പോൾ കിട്ടിയ എക്സ്ട്രീമൽസ്, അതായത് ഓയിലർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കർവുകളെല്ലാം തന്നെ സ്ട്രെയിറ്റ് ലൈൻസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി എഫിൽ y ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ കേസ് ബി ആയിട്ട് കൈകാര്യം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓയിലർ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുക. അതിൽ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്ന ഭാഗം സ്വാഭാവികമായിട്ടും 0 ആണ്. ബാക്കിയുള്ളത് ഡി ബൈ ഡി എക്സ് ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ് ഈക്വൽ ടു 0 ആണ്. അതിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ് ഈക്വൽ ടു c1. അതായത് ഈ കേസിൽ ഇങ്ങനെയുള്ളൊരു എക്സ്പ്രഷനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതിയാകും. ഇനി കേസ് സി, എക്സ് ആണ് എഫിൽ ഇല്ലാത്തതെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ പ്രത്യേക രീതിയിലാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. ഹിയർ വി കൺസിഡർ ആൻ എക്സ്പ്രഷൻ ഡി ബൈ ഡി എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ് ഇൻറ്റു വൈ ഡാഷ് മൈനസ് എഫ്. ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് ആദ്യത്തെ ടേം എന്നുള്ളത് നമുക്കൊരു പ്രോഡക്റ്റ് ഉള്ള അനുസരിച്ച് ചെയ്യാം. അതായത് ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ്, അപ്പോൾ ആദ്യത്തെ കിട്ടി. ഇനി എന്താണ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് ഡി വൈ ഡാഷ് ബൈ ഡി എക്സ് മൈനസ്. ഇനി ഇവിടെ നമുക്ക് കാണാൻ പറ്റും എഫ് ആണ്, പക്ഷേ എഫ് വി നോ ദാറ്റ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് വൈ ഡാഷ്. അപ്പോൾ സ്വാഭാവികമായും ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പാർഷ്യൽ ഡെറിവേറ്റീവ് ഉപയോഗിച്ച് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി എക്സ്, അത് 1 ആണ്, പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ് ഇൻറ്റു ഡി വൈ ഡാഷ് ബൈ ഡി എക്സ്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഇതിൽ 2 ടേം ഇപ്പോൾ തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഏതാണ്, ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ് ഇൻറ്റു ഡി വൈ ഡാഷ് ബൈ ഡി എക്സ് 2 ഭാഗത്തുണ്ട്. അപ്പോൾ അത് നമുക്കിത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഉള്ള ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് വൈ ഡാഷ്, ഡി വൈ ബൈ ഡി എക്സ് എന്ന് വെച്ചാലും വൈ ഡാഷ് തന്നെയാണ്, വൈ ഡാഷ് കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് വൈ ഡാഷ് ഇൻറ്റു, ഇനി അവിടെ ബാക്കി വരുന്ന ഭാഗം ഇതാണ് ഡി ബൈ ഡി എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ്. നമുക്ക് കാണാൻ പറ്റും ഓയിലേഴ്സ് ഇക്വേഷൻ തന്നെയാണ് നമുക്ക് ഇനി കിട്ടാൻ പോകുന്നത്, മൈനസ് പിന്നെ അപ്പുറത്തെ നിന്ന് വൈ ഡാഷ് പുറത്ത് കഴിഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ വൈ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓയിലേഴ്സ് ഇക്വേഷൻ അവിടെ കിട്ടിക്കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് മൈനസ് ഡോ എഫ് ബൈ ഡോ എക്സ്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ ഓയിലേഴ്സ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വൈ ആണ്, അത് ഓൾറെഡി 0 ആണ്. അതുപോലെ എക്സ് മിസ്സിംഗ് ഫ്രം എഫ് ആണെങ്കിൽ തന്നെ ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 ആണ്. നമ്മൾ കൺസിഡർ ചെയ്ത ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ എക്സ്പ്രഷൻ ഇൻസൈഡ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു വൈ ഡാഷ് മൈനസ് എഫ് ഈക്വൽ ടു c1. അപ്പോൾ നമുക്ക് 3 കേസുകൾ, ഓയിലർ ഇക്വേഷന് 3 കേസുകൾ നമുക്ക് ഈ രീതിയിൽ കൺക്ലൂഡ് ചെയ്യാം. അതിൽ ആദ്യത്തെ കേസിൽ എഫ് വൈ ഡാഷ് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു എക്സ്ട്രീമൽസ് എല്ലാം തന്നെ സ്ട്രെയിറ്റ് ലൈൻസ് ആണെന്ന് കാണാൻ പറ്റും. സോ ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് അധികമാവും. അതുകൊണ്ട് തന്നെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്നു. സോ താങ്ക് യു ഓൾ.